നിങ്ങളെപ്പോലൊരു വിവരം കെട്ട സ്ത്രീയോട് എന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ കഠിനാധ്വാനത്തിനെ കുറിച്ചോ കൂടെ കൂടെ പറയേണ്ട ആവശ്യം എനിക്കില്ല. ഏതെങ്കിലും വഴിക്ക് കാശുകാരായി കഴിഞ്ഞാ നിങ്ങൾക്കൊരു തോന്നലുണ്ട് എന്ത് വേണമെങ്കിലും വിലക്കെടുക്കാന്ന്. ഏയ്, മുത്തശ്ശിക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു അമ്പലം പോകൊന്നും പറയില്ലായിരുന്നു. നമുക്ക് വേണ്ടി എന്തൊക്കെയോ വഴിപാടുകൾ കഴിക്കാൻ വേണ്ടിട്ടാ. ആയിക്കോട്ടെ, നമുക്ക് പോണ്ടേ? അയ്യോ, മുഖം വീർപ്പിക്കൊന്നും വേണ്ട. പോയി വന്നാലും ഞാൻ ഇവിടെ തന്നെ ഇല്ലേ, തൊട്ടടുത്ത് തന്നെയല്ലേ, പിന്നെന്താ? ഈ സ്നേഹം മിക്സ് ചെയ്ത് എന്തും നമുക്കൊരിക്കലും മടിക്കില്ല. അതിപ്പോ ഈ ചെറിയ ചായക്കടയിൽ നല്ല സ്നേഹത്തോടു കൂടി ഒരാളൊരു ചായ എടുത്ത് തന്നാ ഒരുപക്ഷെ നമ്മൾ ജീവിതകാലം മുഴുവൻ അത് മറക്കില്ല. ഓ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഹൈ റേഞ്ചിലേക്ക് വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ വലിയ വലിയ ഒരുപാട് ഹോട്ടലുകളുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചെറിയ ചെറിയ അമ്മച്ചിമാരെ കടകളാ. അവിടുത്തെ ടേസ്റ്റും നല്ലതായിരിക്കും, നമ്മളെ ഭക്ഷണം കഴിപ്പിക്കുന്നവരും നല്ലതായിരിക്കും. അല്ല, അവരങ്ങനെ തന്നെ വിളിക്കേണ്ട കേട്ടോ, ഭക്ഷണം കഴിപ്പിക്കുന്നവർ. അത്രയ്ക്ക് സ്നേഹമായിരിക്കും അവർക്ക് എല്ലാവരോടും. അല്ല, അതുകൊണ്ടിപ്പോ എന്താ, ഞാൻ ചെറിയൊരു ചായക്കട തുടങ്ങണോ? ഹ്യൂമർ സെൻസ് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ പുതിയ ചേച്ചിന്റെ പ്രധാന അട്രാക്ഷൻ. അതെ, പെട്ടെന്ന് എണീറ്റ് റെഡി ആയല്ലേ, നമുക്ക് കൃത്യസമയത്ത് മുത്തശ്ശിയുടെ അടുത്ത് പോവാം. അല്ലാതെ പണ്ടത്തെ പോലെ എവിടെയെങ്കിലും ചെന്നിട്ട് കൽപ്പന റെഡിയാകാൻ വൈകിയെന്ന് പറയാന്ന് കരുതണ്ട. ഞാനേ സൂര്യക്കാൾ ഫാസ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വരും. പിന്നെ അതെനിക്കൊന്ന് കാണണമല്ലോ. ഞങ്ങൾ ആണുങ്ങൾക്ക് ഒരു ഷർട്ടും മുണ്ടും എടുത്തു കൊടുക്കേണ്ട കാര്യമുള്ളൂ, അല്ല നിങ്ങളെ പോലെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങേണ്ട കാര്യമൊന്നുമില്ല. അയ്യടാ, എന്നാലേ നമുക്ക് നോക്കാം ആരാ ആദ്യം റെഡിയായി വരുന്നെന്ന്. കാണാം. പ്രിയങ്ക റെഡി? റെഡി സർ. റോൾ ക്യാമറ, ആക്ഷൻ. എന്റെ തോൽവി കാണാൻ നിനക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ തോൽക്കണമെന്ന് ഈശ്വരൻ തീരുമാനിക്കാത്തിടത്തോളം അത് സാധ്യമല്ല. നീ പണം കൊടുത്ത് പലതും വിലയ്ക്ക് വാങ്ങിച്ചേക്കാം, പക്ഷെ അത് മുഴുവൻ തെരഞ്ഞാലും എന്റെ ആത്മാഭിമാനം അതിനകത്തുണ്ടാവില്ല. നമ്മൾ തമ്മിൽ ആദ്യം കണ്ടപ്പോ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, കണക്കുകളെല്ലാം ഒന്നിച്ചു തീർക്കാൻ വേണ്ടിയാ ഈ മായ നിന്റെ മുന്നിൽ എത്തിയെന്ന്. ആൻഡ് ഇതാണ് സമയം, കണക്ക് പറച്ചിലിന്റെ സമയം. എന്തോന്ന് കട്ട്? എന്താ? പ്രിയങ്ക മോളുടെ അഭിനയൊക്കെ നന്നായിരുന്നു. കൂടെ ഒരുത്തി നിൽക്കുന്നുണ്ടല്ലോ, അവൾ എന്തോന്നാ ഈ കാണിക്കുന്നേ? ശ്രീത്തെ, എനിക്ക് സമാധാനമായിട്ട് സീൻ ഷൂട്ട് ചെയ്യണം. അതിന് ശല്യമാകുന്ന ഒന്നും ഈ സെറ്റിൽ ഉണ്ടാവരുത്. അതെ, ഈ നിൽക്കുന്നവർക്കൊക്കെ ചൊളയായിട്ട് ഞാൻ കാശ് എണ്ണി കൊടുക്കുന്നതാ. അപ്പൊ അതിനുള്ള ഗുണവും ഉണ്ടാവണം. അതെങ്ങനെയാ? നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാമെങ്കിലല്ലേ. എക്സ്ക്യൂസ് മീ, നിങ്ങളിപ്പോ സംസാരിക്കുന്നത് എന്റെ തൊഴിലിനെ കുറിച്ചാണ്. ഞാൻ ഈ ജോലി ചെയ്യാൻ പ്രാപ്തനല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പൊ തോന്നിയിട്ട് എന്താ കാര്യം? കുളം കുഴിച്ച് അതിന്റെ നടുവിലേക്ക് ചാടിപ്പോയില്ലേ? എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ സംസാരിക്കാം സാർ. അത് മാറി നിൽക്കണോ? കുറെ ദിവസങ്ങളായി സഹിക്കാൻ തുടങ്ങിയിട്ട്. എന്താ മേഡം നിങ്ങളുടെ പ്രശ്നം? സർ, മുത്തശ്ശി അറിയാതെ. എന്തോന്നറിയാതെ? ഇയാളെന്താ വലിയ പണ്ഡിതനോ? ഇയാളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ഇയാളോട് ആരും സംസാരിക്കാൻ പാടില്ല. ഇതെന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? മുത്തശ്ശി, ഒരു സിനിമയുടെ ഡയറക്ഷൻ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഓ അറിയാം.
വേണമെങ്കിലേ നിന്നേക്കാളും നന്നായിട്ട് ചെയ്യാനും അറിയാം. ഗോകുൽ അധികം തന്നെ എങ്കിലൊന്ന് കാണട്ടെ. ഒരു സീൻ മൊത്തം ഒന്നും വേണ്ട, ജസ്റ്റ് എ ഷോട്ട്. നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ. നിങ്ങളെപ്പോലൊരു വിവരം കെട്ട സ്ത്രീയോട് എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചോ കഠിനാധ്വാനത്തിനെ കുറിച്ചോ കൂടെ പറയേണ്ട ആവശ്യം എനിക്കില്ല. ഏതെങ്കിലും വഴിക്ക് കാശുകാരായി കഴിഞ്ഞാ നിങ്ങൾക്കൊരു തോന്നലുണ്ട് എന്ത് വേണമെങ്കിലും വിലക്കെടുക്കാന്ന്. അത് വെറും തോന്നൽ മാത്രമാണ് മാഡം. നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പണപ്പെട്ടിയുടെ മുകളിൽ കയറിയിരുന്ന് നിങ്ങൾ തമാശ പറയുമ്പോൾ ചിരിക്കാനും നിങ്ങൾ കണ്ണുരുട്ടുമ്പോൾ പേടിക്കാനും ശീലിച്ച ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഞാനുണ്ടെന്ന് തെറ്റിദ്ധരിക്കണ്ട. എന്റെ പണി ഞാൻ അന്തസ്സായിട്ട് ചെയ്യും. അന്തസ്സുള്ളവർക്ക് വേണ്ടി ചെയ്യും. മനസ്സിലായോ നിങ്ങൾക്ക്? ഓ എന്താ ചൂട്. എടി മോളെ, ഞാനേ ആ മുറിയിലേക്ക് ഒന്ന് ചെല്ലട്ടെ. അവരോട് ചെന്ന് കൃത്യമായി സംസാരിച്ച് ഷൂട്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്ക്. ഞാൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് കൃത്യമായ അന്തരീക്ഷം ഉണ്ടായിരിക്കണം. അവരെ ഷൂട്ട് ചെയ്യുന്നതിന്റെ അടുത്തുപോലും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ചിലപ്പോ അത് മനസ്സിലായെന്ന് വരില്ല. ഏതോ ഒരുത്തനെ പറ്റിച്ച കാശല്ലേ. ഏയ്, നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ ശമ്പളം കൃത്യമായിട്ട് തരുന്നില്ലേ? പിന്നെ ഞങ്ങൾ കാശുണ്ടാക്കുന്ന മാർഗം നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നേ? നിങ്ങൾ കാശുണ്ടാക്കിയ മാർഗം അന്വേഷിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. അനാവശ്യമായി എന്റെ തലയിലേക്ക് ഒരാൾ കയറിയാൽ അയാളുടെ മേൽവിലാസം ഞാൻ അന്വേഷിച്ചിരിക്കും. താൻ എന്ത് കണ്ടിട്ടാ അഹങ്കരിക്കുന്നേ? കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ കൊള്ളാവുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും പിറന്നതിന്റെ മാത്രം ധൈര്യമാണ്. അതാ ഈ ധൈര്യം വേണം. അന്തസ്സായി ജീവിക്കാനും ആണത്തത്തോടെ പണിയെടുക്കാനും. ഞാൻ പറഞ്ഞത് പോയി ചെയ്യണോ?